നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായി, കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും എന്നെ മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വട്ടയപ്പത്തിന് എന്താ അത്ര സ്പെഷ്യൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാൻ റെഡിയാണെങ്കിൽ 100% നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയതും തൂവെള്ള നിറത്തിലുള്ളതുമായ വട്ടയപ്പം ഉണ്ടാക്കാം. ഇത് ആവിയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml 2 കപ്പ്. അളവ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ് എടുത്തിട്ട് ബാക്കി വെള്ളം എടുക്കുമ്പോഴെല്ലാം ഇതേ കപ്പിൽ തന്നെ മെഷർ ചെയ്തെടുക്കുക. ഇനി ഈ 2 കപ്പ് പച്ചരി 4-5 തവണ വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിടുക. 4-5 തവണ നന്നായി തന്നെ കഴുകണം, കാരണം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കളറും നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാനിവിടെ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ച പച്ചരിയാണിത്. പച്ചരി കുതിർത്തിടാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഈ വെള്ളവും കൂടെ നമ്മൾ കളയുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി കഴുകിയതിന് ശേഷം ഈ അരിയൊന്ന് നമുക്കൊരു സ്ട്രെയിനറിലിട്ട് വയ്ക്കാം, അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റിപ്പോകാനായിട്ട്. ഈ വട്ടയപ്പം ഇഡ്ഡലി അരിയിലും അരിപ്പൊടിയിലൊക്കെ ചിലർ ചെയ്യാറുണ്ട്. ഞാനതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് ഏറ്റവും സ്വാദായിട്ട് തോന്നിയത് പച്ചരി കൊണ്ട് ചെയ്യുമ്പോഴാണ്. അരിയിലുണ്ടായിരുന്ന വെള്ളമെല്ലാം നന്നായി പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 2 തവണയായിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പകുതി മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും തരിയില്ലാതെ വേണം നമ്മൾ ഈ മാവ് അരച്ചെടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും പിന്നെ മാവ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് കപ്പി കാച്ചിയെടുക്കണം. അതിനായിട്ട് അരച്ചു വെച്ച മാവിൽ നിന്നും 3 ടേബിൾ സ്പൂൺ മാവ് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് സ്റ്റൗവിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളവും മാവും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചൊരു 10 മിനിറ്റെങ്കിലും നമ്മളിത് ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഒരിക്കലും ഇത് കുറുക്കിയെടുക്കരുത്. നന്നായി വെന്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. തിരക്കൊന്നും ഇല്ലാതെ കപ്പി കാച്ചി എടുക്കുന്നതെല്ലാം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പൊന്നും ആരും വളരെ സ്പീഡിൽ ചെയ്ത് തീർക്കരുത്. ഈ ഒരു പരുവം വരയ്ക്കും നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചാൽ മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാത്രം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പുകളൊക്കെ ചെയ്യാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ കപ്പി കാച്ചിയതിൻ്റെ കൂടെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇത് അവൽ കുതിർത്ത് വെച്ചതാണ്. ഏകദേശം 4 ടേബിൾ സ്പൂണോളം അവൽ നന്നായി കഴുകിയതിന് ശേഷം 1/2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളമെല്ലാം നന്നായി കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. കഴിയുന്നതും വെള്ള നിറത്തിലുള്ള അവൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1/2 മണിക്കൂർ തന്നെ ഇത് വെള്ളത്തിൽ കുതിർത്തിടാനും ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ തരികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വട്ടയപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചിരകിയ തേങ്ങ, ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ ചെറിയ കറുത്ത പൊടികളൊന്നും ഇല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളെ വട്ടയപ്പത്തിന് പുള്ളിക്കുത്തുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് കളയാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം പോരെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പാകത്തിനുള്ള മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മളിതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചേർത്തതെന്ന് ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കാം.
ഇതിലേക്ക് കപ്പി കാച്ചിയത് ചേർത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ അവൽ കുതിർത്തത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ആക്ടിവേറ്റ് ചെയ്ത ഈസ്റ്റ്. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് വീണ്ടും ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യമേ അരച്ച മാവും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനു മുൻപേ ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മധുരമുള്ള പലഹാരമാണ്, അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ, എങ്കിൽ മാത്രമേ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. വട്ടയപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് കട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ വളരെ സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഇവിടെ അത്യാവശ്യം ചൂടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്കൊരു 2 മണിക്കൂറിൽ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച് ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്തായാലും മാക്സിമം ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നതായിരിക്കും. അടച്ചു വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല വെള്ള നിറത്തിൽ തന്നെ ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബബിൾസ് ഒരുപാട് പൊട്ടിക്കാതെ ഒരുപാട് ഇളക്കരുത്. അപ്പോൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഞ്ചസാര ഇട്ട് നല്ല തരിയായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതും കൂടെ ഈ മാവിൻ്റെ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലൊരു കേക്ക് ടിൻ ഉപയോഗിച്ചാണ് ഞാനിന്ന് വട്ടയപ്പം വേവിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ആദ്യമേ തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എണ്ണയായാലും നെയ്യായാലും കുഴപ്പമില്ല, പക്ഷേ നെയ്യാവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ മഞ്ഞ നിറം നമ്മളുടെ വട്ടയപ്പത്തിലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെള്ള നിറം പോവും, അതൊരു അഭംഗിയായിരിക്കും. ഇനി ഈ ടിന്നിലേക്ക് ആവശ്യത്തിനുള്ള വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള വട്ടയപ്പമാണ് വേണ്ടതെങ്കിൽ കുറച്ച് അധികം തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതല്ല ചെറിയ തിന്നായിട്ടാണ് വേണ്ടതെങ്കിൽ അതിനാവശ്യമുള്ള മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇവിടെ എല്ലാവർക്കും അധികം കട്ടിയില്ലാത്തതിനോടാണ് താല്പര്യം. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള മാവ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിന് മുന്നേ തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് ചൂടായി ആവി പറക്കുന്ന സമയത്ത് വേണം നമ്മുടെ ഈ കേക്ക് ടിൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത അടുപ്പിൽ നിന്നും ഇറക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിൻ്റെ വേവ് ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സൈഡിലൊരു ടൂത്ത് പിക്ക് എടുത്തൊന്ന് കുത്തി നോക്കുക. പിന്നെ അതിനുശേഷം നടുഭാഗത്തും ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മളെ വട്ടയപ്പം പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്നർത്ഥം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ടിന്നിൽ നിന്നും ഇളക്കിയെടുക്കാവൂ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ കത്തിയെടുത്തൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി കൈവച്ച് ചുറ്റിലും ഒന്ന് അടർത്തിയെടുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല ഈസി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും. ശരിക്കും പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല സോഫ്റ്റുമാണ്, നല്ല തൂവെള്ള നിറത്തിലുമാണ് നമ്മുടെ വട്ടയപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രയായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സ്പോഞ്ച് പോലെയുള്ള വട്ടയപ്പമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ അളവെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെയും പിന്നെ കപ്പി കാച്ചുന്ന സമയത്തിൻ്റെയൊക്കെ അളവ് നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് തവണ തന്നെ ഒട്ടും ഫെയിലാവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വട്ടയപ്പം എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും എന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വട്ടയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 4 മണിയത്തെ ചായയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്